ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ കുറേ നാളായി ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ റിലേഷൻഷിപ്പ് റീഡിങ് എന്തെങ്കിലും നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന ദിവസം ഒരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നോക്കാം. എന്തെല്ലാമാണ് നിങ്ങളുടെ പേഴ്സൺ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് 5 ഓഫ് വാണ്ട്സ് ആണ്. അപ്പം ഇയാളുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ചിന്ത മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, മെൻ്റൽ കോൺഫ്ലിക്റ്റും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ കഥകളുമാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് തോന്നുന്നു. ഓക്കെ, 5 ഓഫ് വാണ്ട്സ് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ അവരെ ഭയപ്പെടുന്നു എന്നാണ്. അപ്പോൾ മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളൊരു ഭയം, മറ്റുള്ളവരെ ഭയപ്പെട്ടതുകൊണ്ട് റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കാണുന്നത്. അതാണ് 5 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇയാളുടേതായ ഒരു താല്പര്യം കൊണ്ടല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അയാളുടെ മനസ്സിലേക്ക് വരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചാണ്. ഓക്കെ, അതൊന്നല്ല, ഒന്നിലധികം ആളുകളുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളാണ്. മേ ബി വർക്ക് പ്ലേസ് ആകാം, നിങ്ങളുടെ വീടിനകമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളാകാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാർഡ് ഹെർമിറ്റാണ്. അപ്പോൾ അയാൾ സ്റ്റക്കാണ്. അയാൾക്ക് ഒരു ആത്മപരിശോധനയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അയാൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറ്റാത്തതെന്നൊക്കെ അയാൾ വിചാരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അയാൾക്ക് ശരിക്കും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കുക, അതാണ് നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, ഹാർട്ട് ബ്രോക്കൺ ഒക്കെ ആണല്ലോ. 3 ഓഫ് കപ്സ്, എംപറർ, ലവേഴ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഹീറോ ഓഫ് എൻറ്റ്. ഓക്കെ, ഇത്രയാണ് കാർഡ്സ് വന്നിട്ടുള്ളത്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ 7 ഓഫ് വാണ്ട്സ് ആണ്. ഇനി ഇത് ഏതെങ്കിലും കാർഡ്സ് നമുക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ ക്ലാരിറ്റി എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെർമിറ്റ് വരെ പറഞ്ഞു. ഹെർമിറ്റ് അയാളാകെ സ്റ്റക്കാണ്. അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റക്ക്നെസ് വന്നത്. പക്ഷേ അയാൾ മാറി നിൽക്കുന്നതാണ്. കാരണം അയാൾക്ക് മറ്റുള്ളവരെ പേടിയാണ്. മറ്റുള്ളവർ എന്ത് പറയുമെന്നുള്ള ഭയത്തിൽ അയാൾ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഇയാൾക്ക് ചിലപ്പോൾ ഒന്നിലധികം സാഹചര്യങ്ങളെ റെസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടും ആകാം അയാൾ മാറി നിൽക്കുന്നത്. ഒരു തീരുമാനം എടുക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. ഹാങ്ഡ് മാൻ എനർജിയിലാണുള്ളത്. തീരുമാനം എടുക്കാൻ തീർച്ചയായിട്ടും അയാൾക്ക് പറ്റുന്നില്ല. അയാൾ മൊത്തത്തിൽ സ്റ്റക്കാണെന്ന് മാത്രമല്ല വേറൊരു പെർസ്പെക്റ്റീവിലൂടെ നോക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. പിന്നെ 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. മൊത്തം കോൺഫ്ലിക്റ്റഡ് ആണ്. ആൾക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ട് കാണുന്നില്ല. ഇമോഷണലി ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. ഹാർട്ട് ബ്രോക്കൺ ആണ്. അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങളില്ല എന്നൊരു തിരിച്ചറിവിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ അയാൾ ലൈഫിൽ ഒറ്റപ്പെട്ടു പോയി എന്ന ഒരു ഇതിലേക്ക് ഒരു സത്യം അയാൾ മനസ്സിലാക്കുന്നത്. നിങ്ങളുണ്ടായിരുന്ന സമയത്ത് അയാൾ ഭയങ്കര ഹാപ്പി ആയിരുന്നിരിക്കും. കാരണം ഇപ്പോൾ അയാൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കണമെങ്കിൽ അതിന് കാരണം തീർച്ചയായിട്ടും നിങ്ങളില്ലാത്ത ഒരു മിസ്സിങ് ഫീലിംഗ് അയാൾക്ക് തോന്നുന്നത് കൊണ്ട് തന്നെയാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ്. അതായത് ഒരു നിമിഷം അയാൾക്ക് നിങ്ങളെ വേണമെന്ന് തോന്നും, നെക്സ്റ്റ് മൊമെൻറ്റ് മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വേണ്ടാന്ന് തോന്നും. അപ്പോൾ അയാൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ പ്രശ്നം. ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഉറപ്പായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. 3 ഓഫ് കപ്സ് ആണ്. ഒന്നുകിൽ അയാൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറകെ നടക്കുന്നുണ്ടാവും, ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ പ്രാധാന്യമുള്ള മറ്റാർക്കും അയാളുടെ ലൈഫിൽ ഉണ്ടെന്നാണ് കാണുന്നത്. നോക്കാം എന്തുകൊണ്ടാണ് 3 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. അത് സ്ട്രെങ്ത് കാർഡും ഹാങ്ഡ് മാനുമാണ്. ഇവിടെ ഓൾറെഡി ഒരു ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്, ഇവിടെ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. ഇവിടെ എന്താണെന്നറിയാമോ, ഇയാൾക്ക് ചെയ്യുന്നത് ശരിയല്ല എന്നൊരു തോന്നലുകളുടെ മനസ്സിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇയാൾ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതായത് അയാളെ തന്നെ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത്. കാരണം ഇവിടെ ഒരു ഹീറോ ഓഫ് എൻറ്റിൻ്റെ കാർഡുണ്ട്. അപ്പോൾ ഹീറോ ഓഫ് എൻറ്റിൻ്റെ കാർഡ് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് മറ്റുള്ളവർ അംഗീകരിക്കാൻ സാധ്യതയില്ലാത്തൊരു റിലേഷൻഷിപ്പ് ആകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ കൂടുതൽ ബ്രോക്കൺ ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇയാൾ ഇപ്പോൾ ഓൾറെഡി ബ്രോക്കൺ ആണ്. അതുകൊണ്ട് ഇയാൾ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ
ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയല്ല എന്നറിയാവുന്നത് കൊണ്ട് അയാളായിട്ട് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അയാൾ തന്നെ അയാളെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അയാളുടെ മനസ്സിനെ ഒന്ന് പരുവപ്പെടുത്തി അയാൾ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അയാൾ ഇപ്പോഴും ഓവർ തിങ്ക് ചെയ്യാണ്. അയാൾക്ക് മനസ്സിലാവുന്നേ ഇല്ല എങ്ങനെയാണ് ഈ പ്രശ്നത്തിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. ഓക്കെ, അതാണ് 3 ഓഫ് കപ്സിൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ, അടുത്തത് എംപറർ എനർജിയാണ്. ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഈഗോയിസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെയും പറയുന്നത് ജീവിതത്തിന് സ്ട്രക്ചർ ഇല്ല, ഒരു സ്ട്രക്ചർ കൊണ്ടുവരണം എന്ന് അയാൾ വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ അയാൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന് ഈ റിലേഷൻഷിപ്പ് ഒരു വിലങ്ങുതടിയാണ് എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായത് ഇയാളുടെ മറ്റ് ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്ന സമയത്തായിരിക്കും ഇയാൾ നിങ്ങളുമായിട്ട് അടുത്തത്. ഇപ്പോൾ ആ ബന്ധം ഓക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്ന റിലേഷൻഷിപ്പ് ഒന്ന് കോൺസ്റ്റൻ്റ് ആയപ്പോൾ അയാൾക്കിപ്പോൾ ആ റിലേഷൻഷിപ്പിൽ അയാൾ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ആവശ്യമില്ലാത്തതായിട്ട് അയാൾക്ക് തോന്നുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇയാളുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ് വാദിക്കുന്നത്. അപ്പോൾ ഈഗോ എത്തി നിൽക്കുന്നതിന് കാരണം സ്ട്രക്ചർ ഉണ്ടാക്കാൻ അയാളുടെ ലൈഫിന് സ്ട്രക്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ലവേഴ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ലവേഴ്സിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഇവിടെ 5 ഓഫ് സ്വോർഡും 6 ഓഫ് വോണ്ടുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് തന്നെ അറിയാം ഇയാളുടെ സ്വന്തം കാര്യം രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കാര്യം ചിന്താവാൻ നോക്കി പോയ സമയത്ത് ഇയാൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയതാണെന്ന് അയാൾക്കറിയാം. അയാൾക്ക് തന്നെ അറിയാം അയാളാണ് കാരണക്കാരൻ. അപ്പോൾ അയാൾക്ക് റീയൂണിയൻ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ അയാൾക്ക് നിലവിലൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അയാൾ കാത്തിരിക്കുന്നു എന്നാണ്. അയാൾക്കറിയാം നിങ്ങൾ വളരെ മൂല്യമുള്ള ഒരാളാണ്. നിങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അയാൾ വളരെ അബണ്ടൻ്റ് ആയിരുന്നു. നിങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അയാൾ വളരെ സ്റ്റേബിൾ ആയിരുന്നു. ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. എന്തിനും ഏതിനും അയാൾ സ്വതന്ത്രമായിരുന്ന ഒരു ലോകം എന്ന് പറയുന്നത് നിങ്ങളുടേതായിരിക്കും. ചിലപ്പോൾ അയാൾ ഭയങ്കര ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉള്ള ആളായിരിക്കാം, ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റീസ് ഉള്ള ആളായിരിക്കാം. ആ ആളെ ഒരു പരുവത്തിന് ഒരു മനുഷ്യരൂപത്തിലേക്കാക്കിയത്, ഒരു മനുഷ്യരോട് ഇടപെടാൻ പറ്റുന്ന രൂപത്തിലാക്കിയത്, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്, ചിലപ്പോൾ അയാളുടെ ചിന്താഗതിയെ മൊത്തത്തിൽ മാറ്റിയത്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു പുരുഷനാണെങ്കിൽ സ്ത്രീകളെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിയത്, ഇനി അതൊരു സ്ത്രീ ആണെങ്കിൽ പുരുഷന്മാരെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിയതൊക്കെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതിന് ശേഷമായിരിക്കും. ശരിക്കും അവരുടെ ലൈഫിലെ ഒരു അസറ്റായിരുന്നു നിങ്ങൾക്ക് മുറിച്ചു മാറ്റാൻ പറ്റാത്ത ശരീരത്തിലെ ഒരു അവയവമാണ് നിങ്ങളെന്ന് അയാൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അയാൾ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അയാളെ ഹോണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹീറോഫെൻറ്റിൻ്റെ കാർഡാണ്. ഹീറോഫെൻ എന്ന് പറഞ്ഞാൽ ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഡിഫറൻസ്, സോഷ്യൽ സ്റ്റേറ്റസ്, പ്രായം, എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അയാൾ വേണ്ടെന്ന് വെച്ച് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങൾക്കിടയിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹീറോഫെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? വീൽ ഓഫ് ഫോർച്യൂണും 8 ഓഫ് പെൻറ്റക്കിൾസുമാണ്. അപ്പോൾ ഇവിടെ സോഷ്യൽ സ്റ്റേറ്റസിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാർമിക് റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ തന്നെ 3 ഓഫ് സോഡ് കണ്ടപ്പോൾ നമുക്ക് കാർമിക് റിലേഷൻ ആണെന്ന് മനസ്സിലായി. ലവേഴ്സിൻ്റെ കാർഡുണ്ട്. അപ്പോൾ നിങ്ങൾ സോൾമേറ്റ്സ് ആകാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് മൊത്തത്തിലൊരു കല്ലുകടി. ഈ പറഞ്ഞ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ബന്ധം ശരിക്കും സ്റ്റക്കായി നിൽക്കുന്നത്. നിങ്ങളുടെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളുടെ പേഴ്സൺ അയാളുടെ മനോഗതത്തിനനുസരിച്ച് അയാളുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് മാറിപ്പോയത് കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ രാത്രിയിൽ അയാൾ ചിന്തിച്ചത് ഇതൊക്കെയാണ്. അയാൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, അയാൾക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, വേണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ മൂല്യം മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അയാൾക്ക് ഭയമാണ് മുന്നോട്ട് വരാനായിട്ട്. ഇവിടെ 7 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയും പറയുന്നത് അയാളിപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അയാൾക്ക് ഒരുപാട് കാര്യങ്ങളോട് പ്രതിരോധിക്കേണ്ടതായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ അയാളുടെ തന്നെ നെഗറ്റീവ് ചിന്തകളാണ്. അയാൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ്. ഒന്നിനെ 9 ആക്കി ഓവർ തിങ്ക് ചെയ്തിട്ട് കൂടുതൽ ടെൻഷൻ അടിച്ച് ചാകാൻ പോകുന്ന ഒരാളാണ് ഇയാൾ. ഓക്കെ, ഹാങ്ഡ്മാൻ 2 ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഫിസിക്കലി പ്രശ്നങ്ങൾ, തലകറക്കം, പിന്നെ പ്രഷർ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തലറിഞ്ഞ് വീഴുക, കണ്ണിൽ ഇരുട്ട് കയറുക, ബ്ലഡ് ലോസ്, അങ്ങനെ അനീമിക് ആവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അയാൾക്കുള്ളതാവാൻ സാധ്യതയുണ്ട്. പിന്നെ മാനസികമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. 7 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത് അയാൾക്ക് ഭയങ്കര നെഗറ്റീവ് തോട്ട്സാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ളത്. വീണ്ടും 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. അപ്പോൾ 2 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ്. അയാൾ കുറച്ച് നിൽക്കാൻ പറ്റുന്നില്ല, അയാൾ മാറി നിന്ന് ചിന്തിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും 8 ഓഫ് പെൻറ്റക്കിളിൻ്റെ കാർഡ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും സ്റ്റക്കാണ്. അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ നിങ്ങളോട് സ്നേഹമാണ്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. അതിനകത്ത് കുറേയധികം സാഹചര്യങ്ങൾ അയാളെ വലയ്ക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അയാൾ ഫിസിക്കലി പോലും വീക്കായിട്ടുള്ളതായിട്ട്
കാണുന്നുണ്ട്. ഹാർട്ട് ബ്രോക്കൺ ആണെന്ന് കാണുന്നുണ്ട്. ഒട്ടും തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം ഒരു നിമിഷം വേണമെന്ന് തോന്നുമ്പോൾ അടുത്ത നിമിഷം വേണ്ടാന്ന് തോന്നുന്ന രീതിയിൽ അയാൾ ഫ്ലക്ച്വേറ്റിംഗ് മെൻറ്റാലിറ്റിയിലാണുള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ടായിട്ട് ഇവിടെ കാണുന്നത്. നമ്പേഴ്സ് പറയാം. 5 12 9 3 2 വീണ്ടും 3 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, 6 9 5 ദെൻ 7. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്പേഴ്സ് വന്നിട്ടുള്ളത്. സ്പെല്ലിങ്സ് പറയാം. FOW TH വീണ്ടും THM TOS TOP ദെൻ C വന്നിട്ടുണ്ട്, E വന്നിട്ടുണ്ട്, L വന്നിട്ടുണ്ട്, P വന്നിട്ടുണ്ട്, H വന്നിട്ടുണ്ട്. ഓക്കെ, K വന്നിട്ടുണ്ട്, W വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സ്പെല്ലിങ്സ് ആൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റഡ് ആണോ എന്ന് നോക്കുക. റെസനേറ്റഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളയുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. എല്ലാം നിങ്ങൾക്ക് ഒരുപോലെ റെസനേറ്റഡ് ആവത്തില്ല. റെസനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കിയിട്ട് പേഴ്സണൽ റീഡിങ്ങിന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.